ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ചില്ലി സോയാബീനാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെല്ലേക്ക് ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 100 ഗ്രാം സോയാബീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായി തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ആ വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്നും കൂടെ കഴുകിയതിന് ശേഷം പിഴിഞ്ഞെടുത്താലും മതിയാവും. അപ്പം ഞാനെല്ലാവരും വെള്ളമൊക്കെ കളഞ്ഞ് പിഴിഞ്ഞൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് വറുത്തെടുക്കാൻ ആവശ്യത്തിനായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് സോയാബീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഇടക്കൊന്ന് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊരു ബ്രൗൺ ഷെയ്ഡ് കളറായി വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഞാൻ എല്ലാവരും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലോട്ട് തന്നെ ഒരു മീഡിയം സൈസ് സവാള ഞാൻ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിതിൽ വേറെ ഉപ്പൊന്നും ഇടണില്ല. നമുക്ക് സോയാ സോസ് ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ഉപ്പ് ഉണ്ടാവും. അപ്പോൾ ഞാനിതിൽ വേറെ ഉപ്പൊന്നും ഇടണില്ല. പിന്നെ നമ്മൾ സോയാബീൻ വറക്കാനായിട്ട് ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനൊരു 3 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഉള്ളവർക്ക് ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന സോയാബീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.